TLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ക്ലാസിഫിക്കേഷൻ. നമുക്ക് ചുറ്റുമുള്ള എല്ലാ ഓർഗാനിസത്തിനെയും കുറിച്ച് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പഠിക്കുക എന്ന് പറയുന്നത് അസാധ്യമായ ഒരു കാര്യമാണ്. എന്താ അതിനുള്ള എളുപ്പ വഴി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഓർഗാനിസംസിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്യുക. ഒരുപോലത്തെ ക്യാരക്ടേഴ്സ് ഉള്ള ഓർഗാനിസംസിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഒരു ഗ്രൂപ്പ് ആക്കുക. ആ ഗ്രൂപ്പിനെ കുറിച്ച് പഠിക്കുക. അതാണ് ക്ലാസിഫിക്കേഷൻ. Classification is the process by which anything is grouped into convenient categories based on some easily observable characters. എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ക്യാരക്ടേഴ്സ് വെച്ചിട്ട് അനിമൽസിനെ കൺവീനിയൻ്റ് ആയിട്ടുള്ള കാറ്റഗറീസ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യുന്ന പ്രോസസ്സ്. ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് ക്ലാസിഫിക്കേഷൻ. Classification is the process by which anything is grouped into convenient categories based on some easily observable characters. പിക്ചറിൽ കാണുന്നത് പോലെ കുറേ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ്, ബേർഡ്സ്, ഇൻസെക്ട്സ്, ഫിഷസ്, ആംഫീബിയൻസ്, റെപ്റ്റൈൽസ്, മാമൽസ്. അപ്പോൾ ഇത്തരം ഗ്രൂപ്പുകളെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ബേർഡ്സ് എന്നൊരു വാക്ക് പറയുമ്പോൾ നമ്മുടെ മനസ്സിലകത്തേക്ക് ഓടി വരുന്ന കുറേ ചിത്രങ്ങളുണ്ട്, കുറേ പക്ഷികളുടെ ചിത്രങ്ങളുണ്ട്. അതുപോലെ ഇൻസെക്റ്റ് എന്ന് പറഞ്ഞാലോ ഫിഷസ് എന്ന് പറഞ്ഞാലോ ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കുറേ രൂപമുണ്ട്. ആ രൂപം എന്തിനെ ബേസ് ചെയ്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ രീതിയിൽ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഈ ഓരോ ഗ്രൂപ്പിനെയും നമുക്ക് വിളിക്കാൻ പറ്റുന്ന പേരാണ് ടാക്സ. ഇപ്പോൾ ബേർഡ്സ് എന്ന് പറയുന്നത് ഒരു ടാക്സയാണ്, ഇൻസെക്റ്റ് എന്ന് പറയുന്നത് ഒരു ടാക്സയാണ്. So that scientific term for these categories is taxa. ഈ ഓരോ കാറ്റഗറിയെയും പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ടേമാണ് ടാക്സ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ വിവിധ ടാക്സകളെ കുറിച്ചുള്ള പഠനമാണ് ടാക്സോണമി. മാമൽസ് ആയാലും ബേർഡ്സ് ആയാലും റെപ്റ്റൈൽസോ ഫിഷസോ ആംഫീബിയൻസോ വെർട്ടിബ്രേറ്റ്സോ എന്ത് ഓർഗാനിസംസോ ആയിക്കോട്ടെ, അപ്പോൾ അതിനെ നമ്മളൊന്ന് ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമ്മൾ കുറേ ക്യാരക്ടേഴ്സ് പരിഗണിക്കുന്നു. അത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആകാം. ഇപ്പോൾ മാമൽസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറത്ത് രോമാവൃതമായ ഒരു ശരീരമുണ്ട്, വാലുണ്ട്, മാമറി ഗ്ലാൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ പറയുന്ന കുറേ ഫീച്ചേഴ്സ് നമ്മളെ മനസ്സിലേക്ക് ഓടിയെത്തും. അതുപോലെ ഇൻറ്റേർണൽ സ്ട്രക്ചർ, along with the structure of cell, development process, ecological information of organisms. ആ ഓർഗാനിസംസ് ഏത് ഹാബിറ്റാറ്റിൽ താമസിക്കുന്നു, ജലത്തിലാണോ കരയിലാണോ, അപ്പോൾ എവിടെയാണത് താമസിക്കുന്നത്, ആ ഒരു ഇക്കോളജിക്കൽ ഇൻഫർമേഷൻ ഓഫ് ഓർഗാനിസംസ് ആർ എസെൻഷ്യൽ ആൻഡ് ഫോം ദ ബേസിസ് ഓഫ് മോഡേൺ ടാക്സോണമിക് സ്റ്റഡീസ്. ജീവികളെ വർഗീകരിക്കുന്ന ആ ശാസ്ത്രശാഖയാണ് ടാക്സോണമി എന്ന് പറയുന്നത്. ആ ടാക്സോണമി ചെയ്യുമ്പോൾ, വർഗീകരണം നടത്തുമ്പോൾ, ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഈ ക്യാരക്ടേഴ്സൊക്കെ നമ്മൾ പരിഗണിക്കുന്നു. Based on characteristics, all living organisms can be classified into different taxa or categories. This process of classification is known as taxonomy. ഇപ്പോൾ ടാക്സോണമിക്കലായിട്ട് നമ്മൾ ഒരു ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ബേസിക് പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടത്, ആ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ അതിൻ്റെ ക്യാരക്ടറൈസേഷൻ, എന്തൊക്കെ ക്യാരക്ടേഴ്സാണ് ആ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസിലുള്ളത്. ഇപ്പോൾ ഇൻവെർട്ടിബ്രേറ്റ്സിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെ, വെർട്ടിബ്രേറ്റ്സിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെ, ഫിഷസിൻ്റെ എന്തൊക്കെ, ആംഫീബിയൻസിൻ്റെ എന്തൊക്കെ, ബേർഡ്സിൻ്റെ എന്തൊക്കെ. അപ്പോൾ ആ ഒരു ക്യാരക്ടേഴ്സ് നമ്മൾ ഡിസൈഡ് ചെയ്യണം. ഐഡൻറ്റിഫിക്കേഷൻ, ഈ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ആ ഓർഗാനിസത്തിനെ കറക്റ്റായിട്ട് അത് ഫിഷാണോ, ആംഫീബിയൻ ആണോ, റെപ്റ്റൈലാണോ, മാമലാണോ എന്ന് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ ക്ലാസിഫിക്കേഷൻ, അതിനെ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുത്താമെന്ന് നമ്മൾ നിശ്ചയിക്കുക. ദാറ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ. ദെൻ നോമൻക്ലേച്ചർ, ലാസ്റ്റ്ലി അതിന് പേര് കൊടുക്കുക. ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്താണെന്ന് ഡിസ്കസ് ചെയ്തു.
ആ രീതിയിൽ അതിന് പേര് കൊടുക്കുക. ജീനസ് നെയിമും സ്പീഷീസ് നെയിമും അസൈൻ ചെയ്തുകൊണ്ട് അതിനൊരു ബൈനോമിയൽ നോമൻക്ലേച്ചർ കൊടുക്കുക. അപ്പോൾ ദീസ് ആർ ദ ബേസിക് പ്രോസസ് ഓഫ് ടാക്സോണമി. ടാക്സോണമിയിൽ നമ്മൾ പാലിക്കേണ്ട ബേസിക് ആയിട്ടുള്ള പ്രോസസ്സാണ് ഇതൊക്കെ. Systematics, the branch of study about the different kind of organisms, their diversities and relationship among them are called systematics. അപ്പോൾ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത് ഒരു പഠനത്തിൻ്റെ ശാഖയാണ്. എന്തിനെക്കുറിച്ചൊക്കെയുള്ളതാണ്? എബൌട്ട് ദ ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് ഓർഗാനിസംസ്, ദയർ ഡൈവേഴ്സിറ്റീസ്, ഏതൊക്കെ ഡൈവേഴ്സിറ്റി അത് കാണിക്കുന്നുണ്ട്, റിലേഷൻഷിപ്പ് എമംഗ് ദം, ആ വിവിധ ഓർഗാനിസംസ് തങ്ങളിലുള്ള റിലേഷൻഷിപ്പ് എന്തൊക്കെയാണ്, അതിനെ വിളിക്കുന്ന പേരാണ് സിസ്റ്റമാറ്റിക്സ്. അപ്പോൾ ഈ ഒരു വേർഡ് സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ലാറ്റിൻ വേർഡായ സിസ്റ്റമ എന്ന വേർഡിൽ നിന്നാണ്, വിച്ച് മീൻസ് സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻറ്റ് ഓഫ് ഓർഗാനിസംസ്. ആ വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻറ്റ് ഓഫ് ഓർഗാനിസംസ് എന്നാണ്. ഈ വേർഡ് ആദ്യമായിട്ട് യൂസ് ചെയ്തത് ലിനേസ് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുക്കിന് കൊടുത്ത ടൈറ്റിൽ തന്നെ സിസ്റ്റമ നാച്ചുറേ എന്നായിരുന്നു. ലിനേസ് അദ്ദേഹത്തിൻ്റെ ബൈനോമിയൽ നോമൻക്ലേച്ചർ അതുപോലെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ പബ്ലിഷ് ചെയ്ത ബുക്കിൻ്റെ പേരാണ് സിസ്റ്റമ നാച്ചുറേ. Now we can discuss about various taxonomic categories. The hierarchy of steps in the taxonomic arrangement is called taxonomic categories. Hierarchy of steps, അതിൻ്റെ അറേഞ്ച്മെൻറ്റ്, അതിനെയാണ് നമ്മൾ ടാക്സോണമിക് കാറ്റഗറീസ് എന്ന് വിളിക്കുന്നത്. All taxonomic categories together called taxonomic hierarchy. അതായത് ഓർഗാനിസംസിനെ നമ്മൾ നേരത്തെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുന്ന കാര്യം ഡിസ്കസ് ചെയ്തിരുന്നു. ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടേഴ്സ് നോക്കിയിട്ട് സിമിലർ ക്യാരക്ടേഴ്സ് ഉള്ള ഓർഗാനിസംസിനെ ഒരു സ്പീഷീസ് ആയിട്ട് കണക്കാക്കുന്നു. ആ സ്പീഷീസിൽ സിമിലർ ക്യാരക്ടേഴ്സ് ഉള്ളതിനെല്ലാം കൂടെ ചേർത്തിട്ട് അതൊരു ജീനസ് ആക്കുന്നു. ജീനസിൽ സിമിലർ ക്യാരക്ടേഴ്സ് ഉള്ളതിനെല്ലാം ചേർത്തിട്ട് ഫാമിലി ആക്കുന്നു. ഫാമിലിയിൽ സിമിലർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉള്ള ഫാമിലീസ് ചേരുമ്പോൾ ഓർഡർ ആകുന്നു. സിമിലർ ക്യാരക്ടേഴ്സ് ഉള്ള ഓർഡേഴ്സ് ചേരുമ്പോൾ ക്ലാസ് ആകുന്നു. ക്ലാസ് സിമിലർ ക്യാരക്ടേഴ്സ് ഉള്ള ക്ലാസ്സുകൾ ചേരുമ്പോൾ ഫൈലം, അല്ലെങ്കിൽ പ്ലാന്റ്സിലാണെങ്കിൽ ഡിവിഷൻ എന്നൊരു കാറ്റഗറി ഉണ്ടാക്കുന്നു. എല്ലാ ഫൈലവും കൂടി ചേർന്ന് കിങ്ഡം, പ്ലാന്റ് കിങ്ഡവും അനിമൽ കിങ്ഡവും ഉണ്ടാകും. അല്ലെങ്കിൽ എല്ലാ ഡിവിഷൻസും, പ്ലാന്റ്സിനെ സംബന്ധിച്ച് എല്ലാ ഡിവിഷൻസും കൂടെ ചേരുമ്പോൾ കിങ്ഡം ആയിട്ട് മാറും. ഈ രീതിയിൽ ഓർഗാനിസംസിനെ അറേഞ്ച് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ ടാക്സോണമിക് ഹൈറാർക്കി ഓഫ് അറേഞ്ച്മെൻ്റ് എന്ന് വിളിക്കുന്നത്. ടാക്സോണമിക് ഹൈറാർക്കി ഓഫ് അറേഞ്ച്മെൻ്റ് എന്ന് വിളിക്കുന്നു. ഇതിലെ ഓരോ യൂണിറ്റിനെയും നമ്മൾ ടാക്സോൺ എന്ന് വിളിക്കുന്നു. ദാറ്റ് മീൻസ് സ്പീഷീസ് ഈസ് എ ടാക്സോൺ, ജീനസ് ഈസ് എ ടാക്സോൺ, ഫാമിലി ഈസ് എ ടാക്സോൺ ആൻഡ് സോ ഓൺ. ആ രീതിയിൽ ഈ ക്ലാസിഫിക്കേഷൻ അറേഞ്ച്മെൻറ്റിൽ ഓരോ വിഭാഗത്തിനെയും ഓരോ ടാക്സോൺ എന്ന് വിളിക്കുന്നു. ഈ രീതിയിൽ സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ഓർ ഡിവിഷൻ, കിങ്ഡം. ഈ രീതിയിൽ ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹയറാർക്കിയൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ടാക്സോണമിക് കാറ്റഗറീസ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ അസെൻഡിങ് ഓർഡറിലാണ്, മേളിലേക്ക് കയറി പോകുന്ന, ചെറുതിൽ നിന്നും വലുതിലേക്ക് പോകുന്നു. അതിനെയാണ് അസെൻഡിങ് ഓർഡർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ടാക്സോണമിക് കാറ്റഗറീസിലെ ഏറ്റവും ലോവസ്റ്റ് ടാക്സോൺ ഏതാണെന്ന് ചോദിച്ചാൽ സ്പീഷീസ് ആണ്. ഹയസ്റ്റ് ടാക്സോൺ ഏതാണെന്ന് ചോദിച്ചാൽ കിങ്ഡം ആണ്. വാട്ട് ഈസ് ദ ടാക്സോൺ ജസ്റ്റ് എബവ് സ്പീഷീസ് എന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ജീനസ് ആണ്. ആ രീതിയിൽ ടാക്സോണമിക് കാറ്റഗറീസിൻ്റെ ഈ ഒരു അറേഞ്ച്മെൻറ്റ്, സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ഓർ ഡിവിഷൻ, കിങ്ഡം. These are the taxonomical categories and each term is known as a taxon. ഇനി നമുക്ക് ഫസ്റ്റ് കാറ്റഗറി ആണ് സ്പീഷീസ്. എന്താണ് സ്പീഷീസ് കാറ്റഗറി എന്ന് നോക്കാം.
A group of individual organisms with fundamental similarities are called as a species. Similarities ഉള്ള കുറേ ഓർഗാനിസംസ് കൂട്ടിച്ചേർത്ത് പറയുന്ന ആ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് സ്പീഷീസ്. അതായത് ഫോർ എക്സാമ്പിൾ ഈ കാണുന്ന അനിമൽ ടൈഗർ ഈസ് എ സ്പീഷീസ്. ദെൻ അനദർ ഓർഗാനിസം പ്ലാന്റിലാണെങ്കിൽ മാംഗോ, Mangifera indica, it is a species. Mangifera indica is a species. Then potato, Solanum tuberosum, it is also a species. Then Panthera leo, lion, it is also a species. അപ്പോൾ ഇവിടെ Mangifera indica, Solanum tuberosum, Panthera leo, ഇതെല്ലാം ഓരോ ഓർഗാനിസവും ഓരോ സ്പീഷീസ് ആണെന്ന് പറഞ്ഞു. അതിൽ ഇൻഡിക്ക, ട്യൂബറോസം, ലിയോ, ഈ 3 പേരുകൾ അതാണ് ആ ബയോളജിക്കൽ അല്ലെങ്കിൽ ബൈനോമിയൽ നോമൻക്ലേച്ചറിൽ 2 പാർട്ടുണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് പാർട്ട് ജീനസ് പാർട്ടും സെക്കൻഡ് പാർട്ട് സ്പീഷീസ് പാർട്ട് അല്ലെങ്കിൽ സ്പെസിഫിക് എപ്പിത്തറ്റ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇതിലെ സ്പെസിഫിക് എപ്പിത്തറ്റാണ് ഇൻഡിക്ക, ട്യൂബറോസം, ലിയോ. ഈ 3 വേർഡ്സും സ്പീഷീസ് നെയിമിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. Mangifera, Solanum and Panthera are genera and represents another higher level of taxon or category. ഫസ്റ്റ് പേരുകളായ മാഞ്ചിഫറയും സൊലാനവും പന്തീറയും ഇതിനെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. ജീനസ് നെയിമിനെ അല്ലെങ്കിൽ ജനറിക് നെയിമിനെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ശാസ്ത്രീയ നാമമാണ് ഹോമോസാപ്പിയൻസ്. ഹോമോ ജീനസ് നെയിമാണ്, സാപ്പിയൻസ് സ്പീഷീസ് നെയിമാണ്. Human beings belongs to the species Sapiens, which is grouped in genus Homo. The scientific name thus for human beings is written as Homo sapiens. Genus category. Genus is a group of related species. Each genus may have one or more than one specific epithets representing different organisms but having morphological similarities. ഇപ്പോൾ മോർഫോളജിക്കൽ സിമിലാരിറ്റീസ് ഉള്ള സ്പീഷീസുകൾ കൂടി ചേരുമ്പോൾ എന്തായി? ജീനസ് ആയി. ഈച്ച് ജീനസ് മേ ഹാവ് വൺ ഓർ മോർ ദാൻ വൺ സ്പെസിഫിക് എപ്പിത്തറ്റ്സ്. അപ്പോൾ ഒരു ജീനസിൽ ഒരു സ്പീഷീസ് മാത്രമാകാം, ഒന്നിലധികം സ്പീഷീസുമാകാം. എന്തായാലും അവയ്ക്ക് മോർഫോളജിക്കൽ സിമിലാരിറ്റീസ് ഉണ്ടാകും. ദാറ്റ് മീൻസ് ജീനസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് സ്പീഷീസ്. സാമ്യതയുള്ള സ്പീഷീസുകൾ കൂടിച്ചേരുമ്പോൾ കിട്ടുന്ന ഗ്രൂപ്പാണ് ജീനസ്. ലയൺ, പന്തീറ ലിയോ. ദെൻ ലെപ്പേർഡ്, പന്തീറ പാർഡസ്, ലെപ്പേർഡ്. ടൈഗർ, പന്തീറ ടൈഗ്രിസ്. ഇതെല്ലാം എന്തിനെ സൂചിപ്പിക്കുന്നു? 6 സ്പീഷീസ് ഓഫ് ദ ജീനസ് പന്തീറ. ഇപ്പോൾ പാന്തീറ എന്ന് പറയുന്ന ജീനസിൽ വരുന്ന സ്പീഷീസുകളാണ് ലിയോ, പാർഡസ്, ടൈഗ്രിസ്. ലയണും ലെപ്പേർഡും ടൈഗർ ഇതെല്ലാം ഉൾപ്പെടുന്ന ജീനസാണ് പാന്തീറ. ലിയോ, പാർഡസ്, ടൈഗ്രിസ് എന്ന് പറയുന്നത് അതിൻ്റെ സ്പീഷീസ് നെയിമാണ്. ഇനി പ്ലാന്റ്സിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ പൊട്ടറ്റോ, സൊളാനം ട്യൂബറോസം. ടൊമാറ്റോ, സൊളാനം ലൈക്കോപേഴ്സിക്കം. ബ്രിഞ്ചാൾ, സൊളാനം മെലനോഗ്നിയ. ബ്ലാക്ക് നൈറ്റ് ഷെയ്ഡ്, സൊളാനം നൈഗ്രം are 3 different species but all belong to the genus Solanum. ഇപ്പോൾ സൊളാനം എന്ന് പറയുന്ന ജീനസിലാണ് പൊട്ടറ്റോ വരുന്നത്, ടൊമാറ്റോ വരുന്നത്, ബ്രിഞ്ചാൾ വരുന്നത്, ബ്ലാക്ക് നൈറ്റ് ഷെയ്ഡ് എന്ന് പറയുന്ന സൊളാനം നൈഗ്രം എന്ന് പറയുന്ന ഓർഗാനിസം വരുന്നത്. ഈ ഓർഗാനിസംസ് ഒക്കെ വരുന്ന ജീനസ് ആണ് സൊളാനം. അപ്പോൾ സൊളാനം ഈസ് ദ നെയിം ഓഫ് ജീനസ്. അപ്പോൾ ഈ സൊളാനം എന്ന് പറയുന്ന ജീനസിൽ ധാരാളം സ്പീഷീസുകളുണ്ട്. സൊളാനം ഈസ് ദ നെയിം ഓഫ് എ സ്പീഷീസ്. ആൻഡ് ട്യൂബറോസം, ലൈക്കോപേഴ്സിക്കം, മെലനോഗിന, നൈഗ്രം ഇതെല്ലാം എന്തിൻ്റെ പേരാണ്? സ്പീഷീസിൻ്റെ പേരാണ്. അതായത് ഒരു ജീനസിൽ ഒന്നിലധികം സ്പീഷീസ് ഉണ്ടാകാം. The next category, that is family.
സ്പീഷീസ്, ജീനസ്, നെക്സ്റ്റ് വൺ ഈസ് ഫാമിലി. ഫാമിലി ഹാസ് എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ജനറ. സാമ്യതയുള്ള ജീനസുകൾ അല്ലെങ്കിൽ ജനറ കൂടിച്ചേരുമ്പോൾ കിട്ടുന്ന ഗ്രൂപ്പാണ് ഫാമിലി. വിത്ത് സ്റ്റിൽ ലെസ് നമ്പർ ഓഫ് സിമിലാരിറ്റീസ് ആസ് കമ്പയർഡ് ടു ജീനസ് ആൻഡ് സ്പീഷീസ്. അപ്പോൾ സ്പീഷീസുകൾ തമ്മിലുള്ള സാമ്യതയും ജീനസുകൾ തമ്മിലുള്ള സാമ്യതയും നോക്കുമ്പോൾ ഫാമിലിയിൽ അടുത്തടുത്ത ഫാമിലി തമ്മിലുള്ള സാമ്യതയുടെ എണ്ണം കുറവായിരിക്കും, ലെസ് നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ കൂടുതൽ സാമ്യത, ഏറ്റവും കൂടുതൽ സിമിലാരിറ്റി കൂടുതലുള്ളത് താഴോട്ടുള്ള കാറ്റഗറീസിലാണ്. സ്പീഷീസിന് സിമിലാരിറ്റി കൂടുതലാണ്, ജീനസിന് സിമിലാരിറ്റി അതിനേക്കാളും കുറവാണ്. അടുത്ത് ഫാമിലിയിലേക്ക് വരുമ്പോൾ സിമിലാരിറ്റി കുറച്ചുകൂടെ കുറവാണ്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുക്കുന്നു. പന്തീറ ലിയോ ലയണും, പന്തീറ ടൈഗ്രസ് ടൈഗറും, പന്തീറ പാർഡസ് ലെപ്പേർഡും. ഇത് ഈ 3 ഓർഗാനിസവും ബിലോങ്സ് ടു ദ ജീനസ് പന്തീറ. ആൻഡ് ദർ ഈസ് അനദർ ജീനസ്, കാറ്റ് ഉൾപ്പെടുന്ന ജീനസാണ് ഫെലിസ്, ഫെലിസ് ഡൊമസ്റ്റിക്ക. ഇത് ഉൾപ്പെടുന്നത് ഒരു ഒറ്റ ഫാമിലിയിലാണ്. Among animals, genus Panthera comprising lion, tiger, leopard is put along with the genus Felis. Cats in the family Felidae. അപ്പോൾ കാറ്റും അതുപോലെ തന്നെ ഈ പറയുന്ന ലയണും ലെപ്പേർഡും ടൈഗറും എല്ലാം ഒരു സിംഗിൾ ഫാമിലി മെമ്പേഴ്സാണ്. എന്താ ഫാമിലിയുടെ പേര്? ഫെലിഡേ. ഫെലിഡേ എന്ന് പറയുന്ന ഫാമിലിയിൽ വരുന്ന ആൾക്കാരാണ് ഈ ഓർഗാനിസംസ്. അപ്പോൾ പാന്തീറ എന്ന് പറയുന്ന ജീനസും ഫെലിസ് എന്ന് പറയുന്ന ജീനസും ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഫാമിലി ഫെലിഡേ. ഫെലിഡേ എന്ന ഫാമിലിയിലാണ് ഈ ഓർഗാനിസംസ് ഉൾപ്പെട്ടു വരുന്നത്. സിമിലർലി കാറ്റ് ആൻഡ് ഡോഗ് ആർ സെപ്പറേറ്റഡ് ഇൻ ടു 2 ഡിഫറെൻറ്റ് ഫാമിലീസ്, ഫെലിഡേ ആൻഡ് കാനിഡേ റെസ്പെക്റ്റീവ്ലി. നേരത്തെ കണ്ടു, കാറ്റ് ഉൾപ്പെടുന്ന ഫാമിലിയാണ് ഫെലിഡേ. എന്നാൽ ഡോഗ്സ് ഉൾപ്പെടുന്ന ഫാമിലി മറ്റൊരു ഫാമിലിയാണ്, that is Canidae. Genus Canis. Canis familiaris എന്ന് പറയുന്ന ഡോഗ്, അത് ഉൾപ്പെടുന്ന ഫാമിലി എന്ന് പറയുന്നത് കാനിഡേ ആണ്. കാറ്റ് ഫെലിസ് ഡൊമസ്റ്റിക്ക, അത് ഉൾപ്പെടുന്ന ഫാമിലി ഫെലിഡേ ആണ്. ഇനി പ്ലാന്റ്സിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. Among plants, 3 different genera Solanum, Petunia and Datura are placed in the family Solanaceae. Solanaceae എന്ന് പറയുന്ന ഫാമിലിയുടെ മെമ്പേഴ്സാണ് നമ്മൾ നേരത്തെ കണ്ട ജീനസിൽ വരുന്ന സൊളാനം എന്ന് പറയുന്ന ജീനസിൽ വരുന്ന ആൾക്കാർ. അത് ഉൾപ്പെടുന്ന ഫാമിലിയാണ് സൊളനേസിയെ. പൊട്ടറ്റോയും ടൊമാറ്റോയും ബ്രിഞ്ചാളും ഉൾപ്പെടുന്ന ഫാമിലിയാണ്, ജീനസാണ് സൊളാനം. ആ സൊളാനം എന്ന് പറയുന്ന ജീനസ് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഫാമിലിയാണ് സൊളനേസിയെ. ഇപ്പോൾ സെയിം ഫാമിലിയിലാണ് ജീനസ് ഡറ്റൂറയും ജീനസ് പെറ്റൂണിയയും വരുന്നത്. ഡറ്റൂഡ റൈറ്റി എന്ന് പറയുന്ന ഓർഗാനിസം പ്ലാന്റും പെറ്റൂണിയ എക്സേർട്ട എന്ന് പറയുന്ന പ്ലാന്റും, ഇത് രണ്ടും ഉൾപ്പെടുന്ന ജീനസ്. ഡറ്റൂറയുടെ ജീനസും അതുപോലെ തന്നെ പെറ്റൂണിയയുടെ ജീനസും ഉൾപ്പെടുന്ന ഫാമിലിയാണ് ഫാമിലി സൊളനേസിയെ. അപ്പോൾ ഒരു ഫാമിലിയിൽ ഡിഫറൻറ്റ് ജീനസ് വരുന്നു, ഒരു ജീനസിൽ ഡിഫറൻറ്റ് സ്പീഷീസ് വരുന്നു. ഡിഫറൻറ്റ് സ്പീഷീസ് ചേരുമ്പോൾ ജീനസായി, ഡിഫറൻറ്റ് ജീനസുകൾ ചേരുമ്പോൾ ഫാമിലിയായി. ഇനി അടുത്ത ഹൈറാർക്കി, അടുത്ത ടാക്സോൺ ആണ് ഓർഡർ. സ്പീഷീസ്, ജീനസ്, ഫാമിലി. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓർഡർ ഈസ് ഓർഡർ. Order is the assemblage of families which exhibit a few similar characters. നേരത്തെ സൂചിപ്പിച്ചു, താഴെ നിന്നും മേളിലേക്ക് പോകുന്തോറും ക്യാരക്ടേഴ്സിൻ്റെ സിമിലാരിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും. മുകളിൽ നിന്നും താഴേക്ക് വരുന്തോറും സിമിലാരിറ്റി കൂടി കൂടി വരുന്നു. അപ്പോൾ ഓർഡർ ഈസ് ദ അസംബ്ലേജ് ഓഫ് ഫാമിലീസ് വിച്ച് എക്സിബിറ്റ് എ ഫ്യൂ സിമിലർ ക്യാരക്ടേഴ്സ്. കുറച്ച് സിമിലർ ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. സിമിലർ ക്യാരക്ടേഴ്സ് ഉള്ള ഫാമിലീസ് ചേരുമ്പോൾ എന്തായി? ഓർഡറായി. പ്ലാന്റ് ഫാമിലീസ് ലൈക്ക് കൺവൾവലേസിയെ, സൊളനേസിയെ ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഓർഡർ പോളിമോണിയേഴ്സ്, മെയിൻലി ബേസ്ഡ് ഓൺ ദ ഫ്ലോറൽ ക്യാരക്ടേഴ്സ്. അപ്പോൾ പ്ലാന്റ്സിൻ്റെ ഒരു എക്സാമ്പിളാണ് ഫാമിലിയായ കൺവൾവലേസിയെ, അതുപോലെ നേരത്തെ കണ്ട ഫാമിലിയാണ് സൊളനേസിയെ.
സൊളനേസിയെ എന്ന ഫാമിലിയിലെ മെമ്പേഴ്സാണ് ജീനസ് സൊളാനം, ജീനസ് ഡറ്റൂറ, ജീനസ് പെറ്റൂണിയ. ഈ ജീനസുകൾ ഉൾപ്പെടുന്ന ഫാമിലിയാണ് സൊളനേസിയെ. അതേ സൊളനേസിയയും അതുപോലെ കൺവൽവലേസിയ എന്ന് പറയുന്ന മറ്റൊരു ഫാമിലിയും ഉൾപ്പെടുന്ന ഓർഡറാണ് പോളിമൊണൈൽസ് എന്ന് പറയുന്ന ഓർഡർ. അപ്പോൾ പോളിമൊണിയൽസ് എന്ന് പറയുന്ന ഓർഡറിൽ വരുന്ന ഫാമിലീസാണ് സൊളനേസിയെ, കൺവൽവലേസിയെ. അതിൽ സൊളനേസിയയിൽ ഉൾപ്പെടുന്ന ജീനസാണ് സൊളാനം, ഡറ്റൂറ, പെറ്റൂണിയ. സൊളാനത്തിൽ വരുന്ന സ്പീഷീസാണ് ട്യൂബറോസം, ലൈക്കോപേഴ്സിക്കം, മെലനോഗിന. ദാറ്റ് മീൻസ് സിമിലർ സ്പീഷീസ് ചേർന്ന് ജീനസ് ഉണ്ടാകുന്നു, സിമിലർ ജീനസുകൾ ചേർന്നിട്ട് ഫാമിലി ഉണ്ടാകുന്നു, സിമിലർ ഫാമിലീസ് ചേർന്നിട്ട് ഓർഡർ എന്ന് പറയുന്ന ഹയർ ടാക്സോണമിക് കാറ്റഗറീസ് ഉണ്ടാകുന്നു. ഇനി പ്ലാന്റ്സിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കാം. ഇനി അനിമൽസിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കാം. The animal order Carnivora includes families like Felidae and Canidae. ഇപ്പോൾ ഫെലിഡേ എന്ന് പറയുന്നത് നേരത്തെ കണ്ടു, ക്യാറ്റ് ഉൾപ്പെടുന്ന ഫാമിലിയാണ് ഫെലിഡേ, ഡോഗ് ഉൾപ്പെടുന്ന ഫാമിലിയാണ് കാനിഡേ. ഇത് രണ്ടും ഉൾപ്പെടുന്ന ഓർഡറാണ് കാർണിവോറ. ഓർഡർ കാർണിവോറ ഇൻക്ലൂഡ്സ് ഫാമിലീസ് ലൈക്ക് ഫെലിഡേ ആൻഡ് കാനിഡേ. അടുത്ത ഹൈറാർക്കിയൽ ഓർഡറാണ് ക്ലാസ്. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ദെൻ നെക്സ്റ്റ് ക്ലാസ്. ഇൻക്ലൂഡ് റിലേറ്റഡ് ഓർഡേഴ്സ്, സാമ്യതയുള്ള ഓർഡേഴ്സുകൾ കൂടി ചേരുമ്പോൾ കിട്ടുന്ന ടാക്സോണമിക്കൽ കാറ്റഗറിയാണ് ക്ലാസ്. ഫോർ എക്സാമ്പിൾ, ഓർഡർ പ്രൈമേറ്റ കംപ്രൈസിംഗ് monkey, gorilla and gibbon is placed in class Mammalia, along with the order Carnivora that includes animals like tiger, cat and dog. അപ്പോൾ പ്രൈമേറ്റ എന്ന് പറയുന്ന ഓർഡർ, ആ ഓർഡറിലാണ് മങ്കിയും ഗൊറില്ലയും ഗിബ്ബണും, ഈ ഓർഗാനിസംസ് വരുന്ന ഓർഡറാണ് പ്രൈമേറ്റ. ഇനി കാർണിവോറ എന്ന് പറയുന്ന ഓർഡർ നേരത്തെ കണ്ടതാണ്. കാർണിവോറ എന്ന് പറയുന്ന ഓർഡർ, അതിൽ വരുന്ന ഫാമിലിയാണ് ഫെലിഡേയും കാനിഡേയും. അപ്പോൾ ഈ ഓർഡറും ഓർഡർ കാർണിവോറയും ഓർഡർ പ്രൈമേറ്റയും ഉൾപ്പെടുന്ന ഹയർ ടാക്സോണമിക് കാറ്റഗറിയാണ് ക്ലാസ് മമ്മേലിയ. അതർവൈസ് ക്ലാസ് മമ്മേലിയ ഇൻക്ലൂഡ്സ് ദ ഓർഡർ പ്രൈമേറ്റ ആൻഡ് ഓർഡർ കാർണിവോറ. Order Carnivora includes the family Felidae and family Canidae. Family Felidae includes the genus Felis and family Canidae includes the genus Canis. The next higher category, phylum. Classes comprising animals like fishes, amphibians, reptiles, birds along with the mammals constitute the next higher category called phylum. ടാക്സോണമിക്കൽ ഹയറാർക്കിയുടെ ഹയസ്റ്റ് പൊസിഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി കിങ്ഡം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അതിൽ ഒരു കാറ്റഗറിയാണ് ഫൈലം. നേരത്തെ മാമൽസ് എന്ന് പറയുന്ന ഒരു ക്ലാസ് കണ്ടു. അപ്പോൾ അതുപോലെ തന്നെ ആംഫീബിയൻസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ്, ഈ ഫിഷസ്, അനിമൽസ്, ഈ അനിമൽസൊക്കെ ഉൾപ്പെടുന്ന ഫൈലം. അത് അടുത്ത ഒരു ഹയർ കാറ്റഗറിയാണ്. Classes comprising animals like fishes, amphibians, reptiles, birds along with the mammals constitute the next category called phylum. Phylum Chordata. Phylum Chordata എന്ന് പറയുന്നത് അടുത്ത ഒരു ഹയർ കാറ്റഗറിയാണ്. ഫൈലം കോഡേറ്റയിൽ അനിമൽസിനെ പ്ലേസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ക്യാരക്ടേഴ്സ് പരിഗണിക്കുന്നു? കോമൺ ഫീച്ചേഴ്സായ നോട്ടോകോഡ്. നോട്ടോകോഡ് എന്ന് പറയുന്ന ഒരു ഓർഗൻ അതിൻ്റെ എംബ്രിയോണിക് പീരീഡിൽ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പിക്ചറിൽ നോക്കിയാൽ കാണാം. ഡോർസൽ ഹോളോ നെർവ് കോഡ്, ദെൻ നോട്ടോകോഡ്. നോട്ടോകോഡ് ഇതാ ഇവിടെ കാണാം. നോട്ടോകോഡ്, ഇവിടെ ഡോർസൽ ഹോളോ നെർവ് കോഡ്. ഇപ്പോൾ കോമൺ ഫീച്ചേഴ്സാണ് നോട്ടോകോഡ് ആൻഡ് ഡോർസൽ ഹോളോ ന്യൂറൽ സിസ്റ്റം. ഫിഷസ്, ആംഫീബിയൻസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ് ആൻഡ് മാമൽസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ഫൈലം കോഡേറ്റ. അപ്പോൾ ഈ ക്യാരക്ടേഴ്സ് പരിഗണിച്ചുകൊണ്ടാണ് ഈ ഓർഗാനിസംസിനെയൊക്കെ ഈ ഫൈലം കോഡേറ്റയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഡിവിഷൻ എന്നൊരു കാറ്റഗറി പ്ലാന്റ്സിലുണ്ട്. അനിമൽസിൽ ഫൈലം എന്ന് പറയുന്നിടത്ത്
പ്ലാന്റ്സിൽ ഡിവിഷൻ എന്നൊരു കാറ്റഗറി ഉണ്ട്. ഇൻ കേസ് ഓഫ് പ്ലാന്റ്സ്, ക്ലാസ്സസ് വിത്ത് എ ഫ്യൂ സിമിലർ ക്യാരക്ടേഴ്സ് ആർ അസൈൻഡ് ടു എ ഹയർ കാറ്റഗറി കാൾഡ് ഡിവിഷൻ. Then ലാസ്റ്റ് കിങ്ഡം. ഓർക്കുക, ഹയറാർക്കി ഓഫ് അറേഞ്ച്മെന്റ് എങ്ങനെയാണ്? സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ഓർ ഡിവിഷൻ, then ലാസ്റ്റ് കിങ്ഡം. Kingdom means animal kingdom and plant kingdom. Kingdom Animalia. All animals belongs to various phyla are assigned to the highest category called Kingdom Animalia. എല്ലാ അനിമൽസിനെയും കൂടെ ചേർത്തിട്ട് ഒറ്റ കാറ്റഗറി, ദാറ്റ് ഈസ് അനിമൽ കിങ്ഡം ഓർ കിങ്ഡം അനിമേലിയ. അതുപോലെ പ്ലാന്റ്സിനെ എല്ലാം കൂടെ ചേർത്തിട്ട് ഒറ്റ കാറ്റഗറി, ദാറ്റ് ഈസ് കിങ്ഡം പ്ലാന്റേ ഓർ പ്ലാന്റ് കിങ്ഡം. ഇൻക്ലൂഡ്സ് all plants from various division. ഇനി നമുക്കൊരു 4 ഓർഗാനിസംസിൻ്റെ ക്ലാസിഫിക്കേഷൻസ് പഠിക്കാനുണ്ട്. 2 അനിമലും 2 പ്ലാന്റും. ഏതൊക്കെ വിഭാഗത്തിലാണിത് വരുന്നത് എന്നുള്ള പേരുകൾ പഠിക്കാനുണ്ട്. ഫസ്റ്റ്, ഹ്യൂമൻ ബീങ്സ്, മാൻ. Already we have studied that the biological name of human beings is Homo sapiens. So Homo is the genus name, sapiens is the species name. The human beings ulpadunna family, that is Hominidae. Hominidae is the family of human beings. The next higher category ആണ് order. Human beings ulpadunna order Primata. ഉൾപ്പെടുന്ന ക്ലാസ് മമ്മേലിയ. ഉൾപ്പെടുന്ന ഫൈലം കോഡേറ്റ. ഇപ്പോൾ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? ഫൈലം കോഡേറ്റ, ക്ലാസ് മമ്മേലിയ, ഓർഡർ പ്രൈമേറ്റ, ഫാമിലി ഹോമിനിഡെ, ജീനസ് ഹോമോ, സ്പീഷീസ് സാപ്പിയൻസ്. സോ ഹോമോ സാപ്പിയൻസ് ഇസ് മാൻ. നെക്സ്റ്റ്, ഹൗസ് ഫ്ലൈ. Housefly, biological name Musca domestica. So Musca is the genus name, domestica is the species name. Family name Mucidae. Order Diptera. Class Insecta. Phylum Arthropoda. So the classification of housefly: phylum Arthropoda, class Insecta, order Diptera, family Mucidae, genus Musca, species Domestica. So it is Musca domestica housefly. Then രണ്ട് examples on the plants. First example is mango. Mango biological name we have already studied, that is Mangifera indica. Mangifera is the genus name, Indica is the species name. Then family Anacardiaceae. Order Sapindales. Class Dicotyledone. Phylum Angiospermae. So the classification: Angiospermae, class Dicotyledone, order Sapindales, family Anacardiaceae, genus Mangifera. So the biological name Mangifera indica, mango. Next one is wheat, Godamba. So biological name is Triticum aestivum. Triticum is the genus name, aestivum is the species name. Genus Triticum, family Poaceae. Order Poaceae. Class Monocotyledone. Division Angiospermae. So the classification: division Angiospermae, class Monocotyledone, order Poaceae, family Poaceae, genus Triticum, biological name Triticum aestivum. Aestivum is the species name. So the organism is wheat. ഈ ഒരു 4 ഓർഗാനിസംസിൻ്റെയും ക്ലാസിഫിക്കേഷൻസ്
Exam point of view, it is an important part. For video lessons, please subscribe TLP's biology classes. Thank you.